നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹായ് ബിഗ് ഫ്രണ്ട്, ഇത് എപ്പോ എത്തി? ഹൗ ആർ യു? അമ്മേ, ഇപ്പൊ എന്നെ അച്ഛൻ വിളിച്ചിരുന്നു. വിഷ്ണുട്ടാ, നമുക്ക് ഈ തീരുമാനം മാറ്റാം. മോളെ, നീ ഇത് ഒരുപാട് ആഗ്രഹിച്ചല്ലേ മോളെ? എന്റെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ വിഷ്ണുവേട്ടന്റെ മനസ്സ് കിടക്കുന്നത് ആ വീട്ടിലെ അമ്മ, സത്യാമ്മയോടൊപ്പം. ഞങ്ങൾ ഇനിയിപ്പം പുതിയൊരു ജീവിതം തുടങ്ങിയാലും അതൊന്നും ശാശ്വതമാവില്ല. കാരണം അച്ഛനെ കുറിച്ചുള്ളൊരു വേദന വിഷ്ണുവേട്ടന്റെ മനസ്സിലുള്ളിടത്തോളം വിഷ്ണുവേട്ടന് മനസമാധാനത്തോടെ ഒരു ദിവസം പോലും ആ വീട്ടിൽ നിൽക്കാനാവില്ല. പിന്നെ ആ സങ്കടവും ഞാൻ തന്നെ കാണണം. സത്യയുടെ കാര്യം ഓർത്ത് മാത്രമേ വിഷമമുള്ളൂ. മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നു കേട്ട് സന്തോഷിച്ചിരിക്കുക സത്യ. അതൊന്നും സാരമില്ല, അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. ആ വീട്ടില് വിഷ്ണുവേട്ടൻ ഇപ്പൊ വേണം. തനിക്കെന്നോട് വെറുപ്പൊന്നും തോന്നരുത്. പറഞ്ഞു പറ്റിച്ചൊന്നും തോന്നും ചെയ്യരുത്. ഒന്നിച്ച് താമസിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. പക്ഷെ വിധി നമുക്കെതിരാ. ഇല്ലെങ്കിൽ ഇങ്ങനൊന്നും വരില്ല. അപ്പോ വീട്ടം മാറുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എനിക്കൊന്നും തോന്നണ്ടെന്ന് കരുതിയാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞത് അല്ലേ? എല്ലാവരും ഒരഭിനയം. എന്നെ കൊണ്ട് തന്നെ വേണ്ടാന്ന് പറയിപ്പിക്കുന്ന നല്ലൊരു അഭിനയതന്ത്രം അല്ലേ വിഷ്ണുവേട്ട? അതും എന്റെ ഈ മുമ്പില്. അത് ഞാൻ എനിക്കെല്ലാം മനസ്സിലായി. ഇനി കൂടുതലൊന്നും പറയണ്ട. അല്ല, താൻ എന്നെ തെറ്റിദ്ധരിക്കാൻ ഞാൻ ഒഴിഞ്ഞു മാറിയതല്ല. ഞാനായിട്ട് ഒഴിഞ്ഞതാ. അങ്ങനെയാകുമ്പോ വിഷ്ണുവേട്ടനായിട്ട് മാറണ്ടല്ലോ. പൊയ്ക്കോ വിഷ്ണുവേട്ട. ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാ. എനിക്കൊരു വിഷമമില്ല. ഹായ് ബിഗ് ഫ്രണ്ട്, ഇത് എപ്പോ എത്തി? ഹൗ ആർ യു? അമ്മേ, ഇപ്പൊ എന്നെ അച്ഛൻ വിളിച്ചിരുന്നു. അത് മോളെ ആരോ ഫോൺ വിളിച്ച് മോളെ പറ്റിക്കുന്നതാ. ഏയ്, ഞാൻ എന്റെ അച്ഛനോട് സംസാരിക്കുന്നല്ലേ. ഞാൻ നിർബന്ധിച്ചപ്പോ അച്ഛൻ എനിക്ക് അച്ഛന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ അയച്ചു തന്നു. എവിടെ കണ്ട? ദാ. ഫോട്ടോ ആരെങ്കിലും കണ്ടാലോ? കൃഷ്ണ, എന്തിനീ പരീക്ഷണം? എവിടെ മോളെ? ഇതിൽ ഫോട്ടോ ഇല്ലല്ലോ. ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, നോക്കട്ടെ.
അയ്യോ, അച്ഛനത് ഡിലീറ്റ് ചെയ്തല്ലോ. നമ്പർ കിട്ടത്തുമില്ല. നോക്കട്ടെ. ശാലിനി എന്താ ഇതൊക്കെ? അത് മോനെ, സത്യമോളെ ഇങ്ങനെ ഒരാൾ അച്ഛനാണെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സത്യം, ഞങ്ങളൊന്നും ഈ വിളിക്കുന്ന ആളെ കണ്ടിട്ടില്ല. പക്ഷെ അത് ആരാന്ന് ഞങ്ങൾക്ക് അറിയാനും പാടില്ല. ശാലിനി മോളോട് വിളിച്ച ആളുടെ പേരെന്തേലും പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ ചോദിക്കാനും മറന്നു. പേരറിയണമെങ്കിൽ അമ്മയോട് ചോദിച്ചാ പോരെ? പറഞ്ഞു കൊടുക്കമ്മേ. പറയമ്മേ, എനിക്കും കൂടി അറിയാലോ. മോളെ, മോളിങ്ങി വന്നേ. ശാരദാമ്മ ഒരു കാര്യം പറയട്ടെ. ശാരദാമ്മയ്ക്ക് അറിയോ? ഇങ്ങി വന്നേ, വാ, ഒരു കാര്യം പറയട്ടെ. ശാലിനി, സത്യമോൾ എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയാ എന്റെ ചുറ്റും നടക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങോട്ടേക്കാ ഈ ജീവിതം പോകുന്നെന്നും എനിക്കറിയില്ല. ഏതായാലും ഇത്രയും ക്ഷീണിച്ച് വന്നതല്ലേ, വിഷ്ണുട്ടെ ഇരിക്കുക, ഞാൻ ചായ എടുക്കാം. ഈ ബാഗ് പിന്നെ ഒരപേക്ഷ കൂടിയുണ്ട്. ദയവേത് ഇനിയും ഇങ്ങനെ വേഷം കെട്ടിച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തരുത്. അച്ഛൻ വിളിച്ചിരുന്നു. ഏയ്, ഞാൻ എന്റെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.